കൃഷ്ണ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ബിജെപിയുടെ മനുഷ്യത്വത്തിന്റെ നിർവചനത്തിൽ മുസ്ലിം വിഭാഗം പെടില്ലേ? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ 50% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ MLA മതത്തിനാണോ പൗരത്വം, മനുഷ്യനാണോ പൗരത്വം? അതാണ് മറ്റൊരു സാധാരണക്കാരൻ. ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വം. അല്ലാതെ മനുഷ്യത്വ വിരുദ്ധമാണ്. ഈ രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ കർഷക നിയമം നിങ്ങൾ പിൻവലിച്ചില്ലേ? അങ്ങനെ വരില്ല. ഈ രാജ്യത്തെ പൗരനാളി മാത്രമേ വരുള്ളൂ, അല്ലാത്തവന് വരില്ല. തർക്കിച്ചിട്ട് കാര്യമില്ല. പെരുമ്പാവൂരിലെ സുഹൃത്ത് പറഞ്ഞല്ലോ, ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു. അങ്ങനെ തെറ്റുപറ്റിയതാണെങ്കിൽ പിൻവലിക്കാം. ധാരാളം പ്രേക്ഷകർ കാണുന്നുണ്ട് യൂട്യൂബിലൂടെയും നേരിട്ട് TV ചാനലിലൂടെയും. എന്റെ ചോദ്യം ഇതായിരുന്നു, ഞാൻ സ്പെസിഫൈ ചെയ്ത് ചോദിക്കാം. പാകിസ്ഥാനിൽ നിന്നുള്ള മുഹമ്മദനായ ഒരു അഹമ്മദീയനായിട്ടുള്ള മുഹമ്മദും ഒരു ഹിന്ദുവായുള്ള മനോഹരനും ഇതേ പൗരത്വ നിയമത്തിന്റെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ 2014 മുമ്പ് ഇന്ത്യയിലെത്തിയതിനെ തുടർന്ന് അപേക്ഷിച്ചാൽ നിങ്ങൾ ആർക്ക് പൗരത്വം കൊടുക്കും സാർ? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള പൗരത്വ നിയമം അനുസരിച്ച് അത് ഏതാണോ വിവക്ഷിക്കുന്നത് അതനുസരിച്ച് മാത്രമേ ഏത് സ്ഥലത്തും 11 വർഷം മുഹമ്മദനായ നോക്കൂ സാർ, 11 വർഷം അവിടെ മുഹമ്മദിനോട് കാത്തിരിക്കാൻ പറയും. മനോഹരൻ 5 വർഷത്തിന്റെ ഇളവ് നൽകി പൗരത്വം കൊടുക്കും. അത് നീതിയുക്തമാണോ? രാജ്യത്തെ നിയമവ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ ആ വെല്ലുവിളി, ബിജെപിയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അങ്ങനെ അഭിഭാഷകൻ കൂടിയല്ലേ? എന്റെ ചോദ്യം സ്ട്രൈറ്റ് അല്ലേ? 2014 ഡിസംബർ 31 മുമ്പ് എത്തിയ 2 പേരിൽ ഒരാൾ മുസ്ലിമും ഒരാൾ ഹിന്ദുവുമായിരിക്കെ പാകിസ്ഥാനിലെ അഹമ്മദീയ വിഭാഗം പെർസിക്യൂട്ടഡ് മൈനോറിറ്റി ആണെന്നിരിക്കെ അയാൾക്ക് 11 വർഷം പൗരത്വം എടുക്കാൻ വേണം. എന്നാൽ ഒരു ഹിന്ദുവായ പെർസിക്യൂട്ടഡ് മൈനോറിറ്റി എന്ന നിലയിൽ മനോഹരന് വേണ്ടുന്നത് കേവലം 5 വർഷവും. നീതിയുക്തമാണോ അല്ലയോ? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. എന്റെ സ്ട്രൈറ്റ് ആൻസർ അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ചത്. ഈ രാജ്യത്തെ നിയമപരമായിട്ട് നിലനിൽക്കുന്ന പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ രാജ്യത്ത് അങ്ങനെ അതിനെന്താ ശരിയാണ്? അടിയന്തരാവസ്ഥ ശരിയാണോ സാർ? അടിയന്തരാവസ്ഥ ശരിയാണോ സാർ? അടിയന്തരാവസ്ഥ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ടുവന്നതാണ്. ശരിയാണോ സാർ? തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാവുന്നു? ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് നോക്കൂ, അതേ വിഷയമാണ് പൗരത്വത്തിന്റെ കാര്യത്തിൽ. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, പൗരത്വ നിയമത്തെ സംബന്ധിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ഒരു മില്ലിമീറ്റർ പോലും സ്റ്റേ ചെയ്യാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തയ്യാറായില്ല.